മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള പിറന്നാൾ സമ്മാനം കോൺഗ്രസുകാരുടെ മുഖം നോക്കി നല്ല ഒന്നാം തരം പ്രഹരം. ഇതൊക്കെയാണ് മറിയക്കുട്ടിയുടെ BJP അംഗത്വം എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. സതീശൻ ഒരു ചുക്കും ചെയ്തില്ല. എന്നെ ആളാക്കിയത് BJPയും കോൺഗ്രസും. LDFനെയും UDFനെയും അടുപ്പിക്കാതെ മജിസ്ട്രേറ്റ് മറിയക്കുട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും താരമായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച് ശ്രദ്ധ നേടിയ വയോധിക മറിയക്കുട്ടി BJP അംഗത്വം സ്വീകരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പുറത്തുവന്നത്. BJPയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് മറിയക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് BJPയിലേക്ക് മറിയക്കുട്ടിയെ സ്വീകരിച്ചത്. തൊടുപുഴയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ പരിപാടിയിലാണ് മറിയക്കുട്ടി BJP അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ ആപത്ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിയില്ല. CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിട്ടും സഹായിച്ചില്ല. KPCC വീട് വെച്ച് തന്നത് വെറുതെയല്ല, താൻ അധ്വാനിച്ചിട്ടാണ്. അതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വം തീരുന്നില്ല എന്ന് മറിയക്കുട്ടി. തന്നെ ആളാക്കിയത് കോൺഗ്രസുകാരല്ല, BJPയും സുരേഷ് ഗോപിയും ആണ് എന്നും മറിയക്കുട്ടി ആവർത്തിച്ചു. തനിക്കൊപ്പം കൂടുതൽ ആളുകൾ BJPയിലെത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീട്ടിൽ വരാത്തത് വിഷമമായി. എന്ത് കോൺഗ്രസ് നേതാവാണ് VD സതീശൻ എന്ന് മറിയക്കുട്ടി ചോദിക്കുന്നു. പെൻഷൻ മുടങ്ങിയതിനെതിരെ മൺചട്ടിയും പ്ലക്കാർഡുകളുമായി അടിമാലി ടൗണിൽ മറിയക്കുട്ടി പ്രതിഷേധം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും മറിയക്കുട്ടി ഉയർത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ആപത്ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് BJP അംഗത്വം സ്വീകരിച്ചത് എന്ന് മറിയക്കുട്ടി വ്യക്തമാക്കി. KPCC വീട് വെച്ച് തന്നു, അത് വെറുതെയല്ല, താൻ അധ്വാനിച്ചിട്ടാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെയാണ് മറിയക്കുട്ടി പ്രതിഷേധ സമരം ആരംഭിച്ചത്. 2023 നവംബറിൽ അടിമാലി ടൗണിൽ പിച്ചച്ചട്ടിയെടുത്ത് ഭിക്ഷ യാചിക്കുകയായിരുന്നു. അന്ന് മറിയക്കുട്ടിക്കെതിരെ CPM രംഗത്തെത്തി. എന്നാൽ UDF ശക്തമായ പിന്തുണ നൽകി അവർക്ക് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് KPCC മറിയക്കുട്ടിക്ക് വീട് വെച്ച് നൽകുകയും ചെയ്തു. അന്നത്തെ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ഡീൻ കുര്യാക്കോസ് MP എന്നിവർ ചേർന്നാണ് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. വീട് നിർമ്മാണത്തിന് ആവശ്യമായ തുകയുടെ ആദ്യ ഗഡുവും കൈമാറി. 2024 ജൂലൈ 12 വീട് മറിയക്കുട്ടിക്ക് കൈമാറി. വീടിന്റെ താക്കോൽ പ്രസിഡന്റ് K സുധാകരനാണ് കൈമാറിയത്. KPCCയുടെ വീടിന്റെ താക്കോൽ കയ്യിൽ കിട്ടി. ഒരു വർഷം പൂർത്തിയായില്ല. അതിനു മുൻപാണ് മറിയക്കുട്ടി BJPയിൽ ചേർന്നിരിക്കുന്നത്. സർക്കാരിനെതിരായ UDF വേദികളിൽ ഇവർ സാന്നിധ്യമായിരുന്നു. പിന്നീട് KPCC മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയപ്പോൾ പ്രസിഡന്റ് K സുധാകരൻ വീട്ടിലൊക്കെ ചെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പലരും തീരുമാനിച്ചത് ഇവർ UDFയിലേക്ക് പോകും എന്നതാണ്. എന്നാൽ അടുത്തിടെ BJP പരിപാടികളിൽ മറിയക്കുട്ടി പങ്കെടുത്തിരുന്നു. സുരേഷ് ഗോപിയുടെ പരിപാടികളിലും എറണാകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിലും മറിയക്കുട്ടി പങ്കെടുത്തു. എങ്കിലും പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് ഒരു ചെറു സൂചന പോലും ലഭിച്ചിരുന്നില്ല. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടന്ന പരിപാടിയിൽ അപ്രത്യക്ഷിതമാണ് BJP പ്രവേശനം പ്രഖ്യാപിച്ചത്. ചെറുപ്പം മുതലേ ചുറ്റിലും കൊള്ളരുതായ്മകൾക്കെതിരെ മുഖം നോക്കാതെ ശബ്ദമുയർത്തിയിരുന്നു മറിയക്കുട്ടി. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് മറിയക്കുട്ടിക്കുള്ളത്. നേരിൽ കണ്ടിട്ടുള്ള തർക്കങ്ങളിലും അടിപിടി കേസുകളിലും പക്ഷം പിടിക്കാതെ പോലീസിൽ സാക്ഷി പറയാനും പരാതിപ്പെടാനും മറിയക്കുട്ടിക്ക് മടിയില്ല. ചുറ്റുവട്ടത്തുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ പണ്ട് മുതലേ ഒപ്പം നിൽക്കാറുണ്ട്. ഇതോടെയാണ് മജിസ്ട്രേറ്റ് മറിയക്കുട്ടി എന്ന പേര് മറിയക്കുട്ടിക്ക് വീണത്. അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരുവിധ പരിഭവമോ വിഷമമോ ഇതുവരെ മറിയക്കുട്ടിക്ക് തോന്നിയിട്ടില്ല. മറിയക്കുട്ടി കൂത്താട്ടുകുളത്താണ് ജനിച്ചത്. 12 വയസ്സ് വരെ ജീവിച്ചത്. പിന്നീട് അച്ഛനമ്മമാർക്കൊപ്പം 200 ഏക്കറിൽ എത്തി. കാട്ടിൽ വന്യമൃഗങ്ങളോട് പോരാടിയാണ് ജീവിതം ആരംഭിച്ചത്. അന്നൊന്നും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. കൂലിപ്പണിയായിരുന്നു ഉപജീവന മാർഗം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും 4 പെൺമക്കളെ കൂലിപ്പണിയെടുത്ത് വളർത്തി. വായനയിലൂടെയും കേൾവികളിലൂടെയും അനുദിനം വളർന്നു. ചുറ്റുമുള്ള എല്ലാറ്റിനെക്കുറിച്ചും സ്വന്തമായി ഉള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരു പേടിയും മടിയുമില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് മൺചട്ടിയുമായി അടിമാലി ടൗണിൽ ഭിക്ഷയാചിച്ച് സമരം നടത്തിയത്. വിധവാ പെൻഷൻ കുടിശ്ശിക അനുവദിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതോടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മറിയക്കുട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാന്നാങ്കണ്ടം വില്ലേജിലെ പഴമ്പള്ളിച്ചാലിൽ 1.5 ഏക്കർ ഭൂമിയുണ്ടെന്നും 2 വീടുണ്ടെന്നും ഒരു വീടിന്റെ വാടക മാസം 5000 രൂപയാണ് എന്നും വരെ വ്യാജ പ്രചാരണം നടത്തി. മിണ്ടാതിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് മറിയക്കുട്ടി പറയുന്നത്. സ്ഥലമുണ്ടെങ്കിൽ രേഖകൾ നൽകണം എന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസിൽ മറിയക്കുട്ടി അപേക്ഷ നൽകി. മാന്നാങ്കണ്ടം വില്ലേജിൽ ഒരിടത്തും മറിയക്കുട്ടിക്ക് സ്വന്തമായി ഭൂമിയില്ല എന്ന് വില്ലേജ് അധികൃതരുടെ സാക്ഷ്യപത്രം ലഭിച്ചു. ഇത് കോടതിയിൽ ഹാജരാക്കി വീടുകൾ തന്റെയല്ല എന്നും രേഖാമൂലം തെളിയിച്ചു. എന്തായാലും മറിയക്കുട്ടിയുടെ BJP പ്രവേശനം, ക്ഷേമ പെൻഷൻ പലകുറി മുടങ്ങിയ അമ്മമാർ, അതിൽ നിരാശരായ അമ്മമാർ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഈ അമ്മമാരൊക്കെ ഇനി മറിയക്കുട്ടിക്കൊപ്പം എത്തും എന്ന് തന്നെയാണ് മറിയക്കുട്ടിയുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമാസ്.